നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നെ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധമായ 50 നോയമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാം. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള ദൈവവചനം വിശുദ്ധ മർക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനത്തിന്റെ പശ്ചാത്തലം തന്നെ നിയമജ്ഞരും ഫരിസേയരും ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതിനെ വിമർശിക്കുന്നതാണ്. ദൈവം തമ്പുരാൻ ഈ ഒരു ദൈവവചനത്തിലൂടെ ആന്തരികമായും ബാഹ്യമായ വിശുദ്ധിയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തമ്പുരാൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ഉള്ളിലോട്ട് പോകുന്നതൊന്നും അല്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്നാണ്. നമ്മുടെ ഹൃദയവികാരങ്ങൾ എന്താണ്, ഹൃദയവിചാരങ്ങൾ എന്താണ്, നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് തമ്പുരാൻ അറിയാം. അതാണ് ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടത, അസൂയ, വികടമായ കണ്ണ്, ദുർചിന്ത, വ്യഭിചാരം, ഇതെല്ലാമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തമ്പുരാൻ അറിയാം, അല്ലേ? നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ നമുക്കറിയത്തില്ലേ നമ്മുടെ ഉള്ളിൽ എന്താണ്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്, നമ്മളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതെല്ലാം ഉണ്ട്. കൂടുതലും നമ്മൾ ബാഹ്യ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചോ ഹൃദയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചോ ദൈവത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥതയെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ നമ്മൾ ബാഹ്യമായ രീതിയിൽ നന്നായി വസ്ത്രം ധരിച്ച് കുളിച്ച് ശുദ്ധിയായി ഒരുങ്ങി എല്ലാമാണ് പോകുന്നത്. പക്ഷേ എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കാറുണ്ടോ? വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാനെ ഉൾക്കൊള്ളാനാണ് പോകുന്നത്, തമ്പുരാൻ്റെ ശരീരവും രക്തവും ഉൾക്കൊള്ളാനാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാനാണ് പോകുന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളെയാണ്, നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളല്ല തമ്പുരാൻ ശ്രദ്ധിക്കുന്നത്. വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്നാണ് തമ്പുരാൻ കാണുന്നത്, തമ്പുരാൻ പരിശോധിക്കുന്നത്. നമ്മൾ ബാഹ്യമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്, മറ്റുള്ളവർ അമിതമായി ബാഹ്യ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യത്തിന് നമ്മൾ ബാഹ്യമായ കാര്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ചിന്തകളാണ്, ചെയ്തികളാണ് തമ്പുരാൻ പരിശോധിക്കുന്നതെന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാൻ തുടങ്ങുന്നത്. എൻ്റെ കർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണെന്ന് ഓരോ ദൈവ പൈതലും തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ ഹൃദയത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. തൻ്റെ ഹൃദയത്തെയും തൻ്റെ ഹൃദയ വിചാരങ്ങളെയും തമ്പുരാൻ കർത്താവിന് സമർപ്പിക്കുമ്പോൾ, ആ ഹൃദയത്തോട് സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ആന്തരികമായി ഒരു വിശുദ്ധി ഉണ്ടാകുന്നത്. നമ്മൾ ഓരോരുത്തരും ഒത്തിരി ബാഹ്യ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഹൃദയം പരിശോധിക്കുന്ന നമ്മുടെ തമ്പുരാനോട് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, പ്രശ്നങ്ങളെ, ബലഹീനതകളെ, ദുശീലങ്ങളെ, പാപവാസനകളെ എല്ലാം ദൈവം തമ്പുരാൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധമായ യാതൊന്നും പിന്നെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കത്തില്ല. നമ്മൾ വേറൊന്നും ചിന്തിക്കത്ത് പോലുമില്ല. നമ്മുടെ തമ്പുരാന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ചിന്തിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ, ചിന്തകളെ, നമ്മുടെ മനോഭാവങ്ങളെയൊക്കെ തമ്പുരാനെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് നമുക്ക് ഹൃദയം നുറുങ്ങി തമ്പുരാനോട് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം.